ക്ലാസ് തുടങ്ങിയാലോ? എല്ലാരും ക്ലാസ് കേൾക്കാൻ റെഡിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നാം പഠിച്ചത്? നമ്മുടെ ലക്കും ഖുറാബും ഖുറാബിൻ്റെ വീട്ടിൽ പോയല്ലേ? അവിടെ പോയിട്ട് എന്താ ചെയ്തത്? ലക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മഹദിൽ കിടത്തി ഉറക്കുന്നൊരു പാട്ടൊക്കെ പാടി അല്ലേ? എല്ലാവർക്കും ഓർക്കുന്നോ ആ പാട്ട്? ഹസസ്തു സരീറ വ അൻതും സ്വഗീറു. ഓർക്കുന്നോ? നല്ല പാട്ടായിരുന്നല്ലേ? തൻ്റെ കുഞ്ഞുങ്ങളെ തൊട്ടിൽ കിടത്തി ഉറക്കുകയാ നമ്മുടെ ലക്ക് അഫ്രാഹിനെ. ഇന്നും നമുക്കൊരു പാട്ട് പാടിയാലോ? പേജ് 38, 38ാമത്തെ പേജിൽ ഒരു 4 വരി പാട്ടുണ്ട്. നമുക്കൊന്ന് പാടി നോക്കാം. എന്താ എഴുതിയിരിക്കുന്നത് അവിടെ? നുൻഷിദു വനതദവ്വഖ്. നമുക്ക് പാടാം, ആസ്വദിക്കാം. ബൈത്തി അജ്മൽ ബൈത്തി അഗ്ലാ ബൈത്തി അജ്മൽ ബൈത്തി അഗ്ലാ വബിഹി ഐശി യുസ്ബിഹു അഹ്ലാ വബിഹി ഐശി യുസ്ബിഹു അഹ്ലാ തത്അബ് ഉമ്മി ഫീഹി കസീറാ ഫതറൽ കുല്ല ബിഹി മസ്റൂറാ ഫതറൽ കുല്ല ബിഹി മസ്റൂറാ. മനസ്സിലായോ? നല്ല രസമുണ്ടല്ലേ പാട്ട്? ഒരു തവണ കൂടെ പാടാം നമുക്ക്. ബൈത്തി അജ്മൽ ബൈത്തി അഗ്ലാ വബിഹി ഐശി യുസ്ബിഹു അഹ്ലാ തത്അബ് ഉമ്മി ഫീഹി കസീറാ ഫതറൽ കുല്ല ബിഹി മസ്റൂറാ. ഇനി ആ പേജിൽ തന്നെ താഴെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട് നമുക്ക്. അതൊന്ന് ചെയ്തു നോക്കിയാലോ? നൻളിമു അലാ ലൗഇസ് സുവർ. ചിത്രത്തിലെ സഹായത്തോടുകൂടി വരികളുണ്ടാക്കാൻ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? എങ്ങനെയാ? ഇതിൽ 3-4 വരി എഴുതി കാണിച്ചിട്ടുണ്ട്. അതുപോലെ ശ്രമിച്ചു നോക്കാം നമുക്ക്. ആദ്യത്തെ പിക്ചർ ആരാ? അദ്ദജാജ. ത്വാഇറുൻ ത്വാഇറുൻ അദ്ദജാജു ത്വാഇറുൻ 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 അന്നസ്റു ത്വാഇറുൻ. എന്താ? ആദ്യത്തെ ദജാജയാണ്. രണ്ടാമത്തെ ആളാരാ? നസ്ർ അല്ലേ? നസ്ർ ആരാ? പരുന്ത് അല്ലേ? നാം മുമ്പൊരു പാട്ടിൽ പഠിച്ചിരുന്നു അല്ലേ? നസ്ർ പരുന്ത്. അപ്പൊ ഒന്നുകൂടെ പാടി നോക്കിയാലോ? ത്വാഇറുൻ ത്വാഇറുൻ അദ്ദജാജു ത്വാഇറുൻ 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 അന്നസ്റു ത്വാഇറുൻ. ഇനി ആരാ നമുക്കിവിടെ എഴുതാനുള്ളത്? ഹമാമുണ്ട്. പിന്നെയോ? ദീക്കുണ്ട്. പിന്നെ ഖുറാബ്. ഈ 3 പേരെ കുറിച്ച് നാം വരികൾ എഴുതണം. നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം. ത്വാഇറുൻ ത്വാഇറുൻ. ഫസ്റ്റ് ലൈൻ ഹമാമിൻ്റെ തുടങ്ങിയാണ്. ത്വാഇറുൻ ത്വാഇറുൻ അൽ ഹമാമു ത്വാഇറുൻ 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 അദ്ദീഖു ത്വാഇറുൻ. ശരിയായോ? ത്വാഇറുൻ ത്വാഇറുൻ അൽ ഹമാമു ത്വാഇറുൻ 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 അദ്ദീഖു ത്വാഇറുൻ. മുകളിലത്തെ പോലെ തന്നെയാണല്ലേ? ത്വാഇറുൻ ത്വാഇറുൻ അദ്ദജാജു ത്വാഇറുൻ. അതുപോലെ ത്വാഇറുൻ ത്വാഇറുൻ അൽ ഹമാമു ത്വാഇറുൻ. പിന്നെയോ? ത്വാഇറുൻ ത്വാഇറുൻ അദ്ദീഖു ത്വാഇറുൻ. ഇനി ആരാ ഉള്ളത്?
നമ്മുടെ ഉറാബുണ്ട്. ഉറാബ് ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. ത്വാഇറുൻ ത്വാഇറുൻ അൽ ഗുറാബ് ത്വാഇറുൻ. ത്വാഇറുൻ ത്വാഇറുൻ അൽ ഗുറാബ് ത്വാഇറുൻ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ നാം ഗുറാബിനെ ത്വാഇറുൻ ത്വാഇറുൻ അൽ ഗുറാബു ത്വാഇറുൻ. കാക്ക ഒരു പക്ഷിയാണ്. അതുപോലെ കോഴി ഒരു പക്ഷിയാണ്. ത്വാഇറുൻ ത്വാഇറുൻ അന്നസ്റു ത്വാഇറുൻ. പരുന്തൊരു പക്ഷിയാണ്. ഹമാമ് അല്ലേ? പ്രാവ് ഒരു പക്ഷിയാണ്. ദീക്ക് പൂവങ്കോഴി ഒരു പക്ഷിയാണ്. ഇതുപോലെ നാം വരി എഴുതി നോക്കിയല്ലേ? എല്ലാവർക്കും വരിയൊക്കെ എഴുതാൻ കിട്ടി. അങ്ങനെ ഇനി നമുക്ക് നമ്മുടെ ലക്കുലക്കും ഗുറാബും എന്താ ചെയ്തതെന്നൊന്ന് നോക്കണ്ടേ? ഇവിടെ പാട്ടൊക്കെ പാടി ഇരുന്നാൽ മതിയോ? അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരു ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഉറക്കിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഗുറാബിനോട് ലക്ക് പറഞ്ഞു, യാ സ്വദീഖി അർജു ബിനാ ഉഷ്ൻ ജദീദിൻ ബിജിവാരിക അലാ ഹാദിഹി ഷജറ. എന്താ പറഞ്ഞത്? യാ സ്വദീഖി കൂട്ടുകാരാ, അർജു ബിനാ ഉഷ് ഞാനൊരു കൂടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. ഉഷ്ൻ ജദീദ് പുതിയൊരു കൂടുണ്ടാക്കാൻ. ഇപ്പോൾ ആരുടെ കൂട്ടിലാ? നമ്മുടെ ഗുറാബിൻ്റെ ഉഷിലാണല്ലേ ലക്കും അഫ്രാഹും. അപ്പോൾ പറഞ്ഞു, ഞാനൊരു പുതിയ കൂടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. എവിടെയാ? ബിജിവാരിക്ക നിന്റെ തൊട്ടടുത്ത്, നിന്റെ തൊട്ടയൽവാസിയായിക്കൊണ്ട് ഈ മരത്തിൽ തന്നെ അലാഹാദിഹി ഷജറ ഈ മരത്തിൽ തന്നെ ഒരു കൂടുണ്ടാക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഗുറാബ് മറുപടി പറഞ്ഞു, ഖാലൽ ഗുറാബ് ഹഖൻ നല്ല കാര്യം, നബിനി സക്കനൻ ജദീദൻ നമുക്കൊന്നിച്ച് ഒരു വീടുണ്ടാക്കാം. അങ്ങനെ അവര് വീടുണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് എന്ത് ചെയ്തു? വീടുണ്ടാക്കാനായിട്ട് നമ്മളെ പോലെ കല്ലും മണ്ണൊക്കെ വേണോ? ഇഷ്ടിക വേണോ? വേണ്ട. അവർക്ക് കുറച്ച് ചുള്ളിക്കമ്പുകൾ മതിയല്ലേ? അപ്പോൾ അവര് ചുള്ളിക്കമ്പുകൾ ശേഖരിക്കാൻ തുടങ്ങി. എങ്ങനെയാ ശേഖരിച്ചതെന്നറിയോ? അവർ ഓരോ കമ്പ് എടുക്കുമ്പോഴും വാഹിദ് ഇസ്നാൻ അങ്ങനെ എണ്ണി എടുത്തു. ടീച്ചറിന്റെ കൂട്ടുകാര് കഴിഞ്ഞ വർഷം എണ്ണാൻ പഠിച്ചിട്ടില്ലേ? അതെങ്ങനെയാ? 1 മുതൽ 10 വരെ ടീച്ചർക്കൊന്ന് എണ്ണിത്തരോ? വാഹിദ് ഇസ്നാൻ സലാസ അർബ ഖംസ സിത്ത സബ്അ സമാനിയ തിസ്അ അശറ. 10 വരെ ആയല്ലേ? 10 വരെ നാം കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. 1 മുതൽ 10 വരെ നാം എണ്ണിയല്ലേ? ഇനി നമ്മൾ ഒരു പാട്ട് പാടി നോക്കിയാലോ നമുക്ക്? കഴിഞ്ഞ വർഷം അവസാനം നാം എണ്ണാൻ പഠിച്ചില്ലേ? ആ പാട്ടൊന്ന് പാടി നോക്കാം. വാഹിദ് വാഹിദ് ഒന്നാണ്, ഒന്നായി നിന്നാൽ നന്നാണ്. ഇസ്നാൻ ഇസ്നാൻ രണ്ടാണ്, രണ്ടായി നിൽക്കൽ നന്നല്ല. സലാസ സലാസ മൂന്നാണ്, മഗ്രിബ് നമുക്ക് 3ആണ്. അർബ അർബ 4ആണ്, പൂച്ചക്ക് കാലുകൾ 4ആണ്. ഖംസ ഖംസ 5ആണ്, കയ്യിൻ്റെ വിരലുകൾ 5ആണ്. സിത്ത സിത്ത 6ആണ്, ബസ്സിന് ചക്രം 6ആണ്. സബ്അ സബ്അ 7ആണ്, ആഴ്ചയിൽ ദിവസങ്ങൾ 7ആണ്. സമാനിയ സമാനിയ 8ആണ്, ചിലന്തിക്ക് കാലുകൾ 8ആണ്.
തിസ്ആ ഒമ്പതാണ്. റമളാൻ മാസം 9ആണ്. അഷറ 10ആണ്. മെസ്സിയുടെ നമ്പർ 10ആണ്. എല്ലാവർക്കും ഇഷ്ടമായല്ലേ ഈ പാട്ട്? ഓർക്കുന്നോ എല്ലാവരും? ഇനി നമുക്ക് നമ്മുടെ ഖുറാബും ലക്കുലക്കും കൂടെ എണ്ണിയ കൊമ്പുകൾ, ചുള്ളിക്കമ്പുകൾ എത്രയാണെന്ന് നോക്കാം അല്ലേ? അതാ ഒരു ചുള്ളിക്കമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വാഹിദ് അല്ലേ? പിന്നെ ഒന്നുകൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ എത്രയായി? ഇസ്നാൻ. പിന്നെ രണ്ടിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ചുള്ളിക്കമ്പുകൾ പറക്കി എടുക്കുമ്പോൾ എണ്ണിയാ എടുക്കുന്നത് ഖുറാബ്. രണ്ടിൻ്റെ കൂടെ ഒന്നുകൂടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ എത്രയായി? സലാസ. 3 അല്ലേ? ഇനി സലാസ കഴിഞ്ഞിട്ട് നാലാമത്തേതും കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ എത്രയായി? എന്താ പറയാ നാം? അർബഅ. എന്താ? അർബഅ. ഇനി ഹംസയാവാൻ എത്രയാ കൊണ്ടുവന്ന് വെച്ചത്? ഹംസയാകാൻ ഒന്നുകൂടെ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പൊ എത്രയായി? വാഹിദ്, ഇസ്നാൻ, സലാസ, അർബഅ, ഖംസ. ഇപ്പോ 5 എണ്ണം അല്ലേ? 5 ആയി. എന്താ കൊണ്ടുവന്നത്? ഉദ് അല്ലേ? അഅ്വാദ്. നമ്മുടെ ചുള്ളിക്കമ്പുകളാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇനി 10 എണ്ണം ആവുമ്പോൾ ഒരു കെട്ടാക്കി എടുക്കുമായിരിക്കും നമ്മുടെ ഖുറാബ്. ഒന്ന് നോക്കാം അല്ലേ? അടുത്ത എണ്ണം കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എത്രയായി? 6. അങ്ങനെ അടുത്തത് വെച്ചു. അപ്പോ 7 എല്ലാവരും ഇത് എഴുതാൻ പഠിക്കണം കേട്ടോ. അറബിയിൽ വാക്കും അക്ഷരവും എഴുതാൻ പഠിക്കണം, അക്കത്തിൽ എഴുതാൻ പഠിക്കണം. ഇപ്പൊ നമ്മൾ ഏതാ പറഞ്ഞു നിർത്തിയത്? സബ്അ അല്ലേ? സബ്അ. അടുത്തത് ഒന്ന് എണ്ണി നോക്കിയ സബ്അ കഴിഞ്ഞിട്ട് എത്രയാണെന്ന്? വാഹിദ്, ഇസ്നാൻ, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ. 8 കമ്പുകളായി. സമാനിയ അഅ്വാദ്. അപ്പോൾ 8 കമ്പുകളായി. ഇനി 2 എണ്ണം കൂടി ചേർത്ത് കഴിഞ്ഞാൽ 10 ആവും, 10 ആവും. അപ്പോൾ 9ന് വേണ്ടിയിട്ട് ഖുറാബ് ഒന്നുകൂടെ പറക്കി കൊണ്ടുവന്ന് വെച്ചു. എന്താ നാം 9ന് പറഞ്ഞത്? തിസ്ആ. ഇപ്പോ തിസ്ആ അഅ്വാദ്. തിസ്ആ. എങ്ങനെയാ തിസ് എഴുതുന്നതെന്ന് കണ്ടോ? തിസ്ആ. അവസാനം കെട്ടുകൾ 10 ഒന്നുകൂടെ ലാസ്റ്റ് 1 കൂടെ വെച്ചപ്പോ 10 ആയി. ഇനി ഒന്ന് എണ്ണി നോക്കിയേ. നമ്മുടെ ചുള്ളിക്കമ്പുകളൊന്ന് എണ്ണി നോക്കിയേ. വാഹിദ്, ഇസ്നാൻ, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്ആ, 10. എങ്ങനെയാ എഴുതുന്നത് 10? കണ്ടില്ലേ? ഇതുപോലെ ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾ ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും നല്ല വൃത്തിയായിട്ട് എഴുതണം. എന്നാലേ എഴുതാൻ പഠിക്കൂ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സുമായി കുറച്ചുകൂടെ എണ്ണാനായിട്ട് പഠിക്കണം നമുക്കല്ലേ? അതിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ എണ്ണാൻ പഠിക്കുവാൻ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ മഅസ്സലാമ. ശുക്രൻ.